അപ്പം നമ്മളിത് മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മീനാണ്. ഒരു 2-3-4 നമ്മൾ വറുക്കും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് മുട്ടയൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ നമ്മൾ കറി വെക്കാനൊന്ന് നോക്കണേ. അപ്പം നമുക്കതിനുള്ള പരിപാടിയിലേക്ക് കിടക്കാവേ. അപ്പം നമ്മളത് ഇത്രയും മീൻ വറക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറി വെക്കാം. ഇപ്പം ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ ഇതിലേക്കൊരു ന്യൂ ഇൻഗ്രീഡിയൻറ്റ്. നമ്മളിത് കറിവേപ്പിലയും ഇഞ്ചിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുപോലെ ജിഞ്ചർ കറിവേപ്പില കറി ലീവ്സ് പേസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം, ന്യൂ ഒരു ഫ്ലേവറിന് വേണ്ടി. അത് അരച്ചെടുത്ത് വന്നിട്ട് നമുക്ക് ഈ മീനിലേക്കുള്ള മസാല പുരട്ടി വെക്കാം, വറക്കാനുള്ളത്. അരയ്ക്കുമ്പോൾ മാക്സിമം വെള്ളം യൂസ് ചെയ്യാതെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് അരച്ചെടുക്കാൻ പോണത്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് ജിഞ്ചർ കറിവേപ്പില പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രയലായി ഇങ്ങനെ നമ്മൾ സാധാരണ കറിവേപ്പില വെറുതെ അല്ലേ ഇടുന്നത്. അപ്പോൾ അത് അരച്ചിട്ട് അതിനുള്ള വ്യത്യാസം തന്നെ എങ്ങനെയാണ്, നമ്മുടെ ഫ്ലേവറൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ വറക്കാനുള്ള മീൻ. ആദ്യമേ നമ്മൾ കുറച്ച് ടർമറിക് പൗഡർ ഇടുവാണ്. എനിക്ക് ഇങ്ങനെ ഇട്ടിട്ട് ശീലമായി. അതാണ് വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ അറിയാതെ അങ്ങനെ കുടഞ്ഞിട്ട് പോകും. അപ്പോൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടി സ്പൂൺ വൈസാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും മതിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് മതി. പിന്നെ കുറച്ച് പെപ്പർ, ക്രഷ്ഡ് പെപ്പർ വേണം. ഇത് പൊടിച്ച് വെച്ചത്, വീട്ടിൽ തന്നെയുള്ളത് പൊടിച്ച് വെച്ചതാണ്, കുറച്ചിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്കൊരു സോഫ്റ്റ്നെസ്, സ്മൂത്ത്നെസ്, മസാലയൊക്കെ ശരിക്കും അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പച്ചയായിട്ട് മസാല ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചിലപ്പോൾ കിടക്കും, ഒട്ടും ഒരു സ്മൂത്ത്നെസ് ഇല്ലാതെ. ഇതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് പോർഷൻ ജിഞ്ചർ കറി ലീവ്സ് പേസ്റ്റ് നമ്മളിട്ട്, ഇത്ര മതിയായിരിക്കും. പിന്നെ കുറച്ച് വിനാഗിരിയോ നാരങ്ങയോ ഉള്ളവർക്ക് പുളിക്ക് വേണ്ടി അതും ഇടാൻ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഇതിടാതെയാണ് ഇടുന്നത്. ശരിക്കും മിക്സ് ചെയ്തിട്ട് അതിന് മുന്നേ മീൻ ഇങ്ങനെ വരഞ്ഞേക്കണേ, മസാല ശരിക്കും കയറി പിടിക്കാൻ നല്ലതാണ്. പിന്നെ ശരിക്കും മിക്സ് ചെയ്തിട്ട് കണ്ടോ, എണ്ണ പോരാ, കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം. എന്നാലും നമ്മൾ എണ്ണയിൽ തന്നെയല്ലേ വറക്കാൻ പോണത്. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചാൽ നമ്മൾ ഈ മസാലയൊക്കെ അങ്ങനെ കയറി പിടിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും, പക്ഷേ വെള്ളം തൊടാത്തതാണ് നല്ലത്. എന്തായാലും നമ്മൾ എണ്ണയിലാണ് ഇത് വറക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ എണ്ണ ഒഴിച്ച് തന്നെ അങ്ങ് സെറ്റായി വെച്ച് കഴിയുമ്പോൾ ടേസ്റ്റൊക്കെ നല്ല സൂപ്പറായി വരും. ശരിക്കും ഓരോ മീനിലേക്ക് ഈ മസാല പുരട്ടി വെച്ചിട്ട് ഒരു മിനിമം 1/2 അവർ, ശരിക്കും പറഞ്ഞാൽ ഒരു 1 അവർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. ഫ്രീസറിൽ വെക്കല്ലേ, പിന്നെ പണിയാവും. ഈ മീൻ കുറച്ച് ഉടഞ്ഞു പോയി, അല്ല ഫ്രീസറിൽ കയറ്റി വെക്കല്, ഫ്രിഡ്ജിൽ ഒരു മിനിമം 1 അവർ എങ്കിലും വെച്ച് എടുത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ. നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ 1/2 അവർ എങ്കിലും വെക്കുക. 1/2 അവർ വെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് തേച്ചപ്പോൾ തന്നെ വറക്കുന്നതാണ്, മസാലയൊക്കെ കയറി പിടിച്ച്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വേണ്ട, അത് വേണ്ട. നമ്മൾ ശരിക്കും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1 അവർ അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ കറിയാക്കാനുള്ള പരിപാടികളെല്ലാം നോക്കാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് മീൻ നമ്മുടെ മീനിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയാൻ വന്നേ, നമുക്ക് ഇതിവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് മൂടിയില്ലേലും കുഴപ്പം, അതൊന്ന് മൂടി വെച്ചേക്കാം. ഇനി നമ്മൾ മീൻ വറക്കാൻ നേരത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇടുന്നുണ്ട്. അത് വറക്കാൻ നേരത്താണ് ഇടേണ്ടത്. അത് നമ്മുടെ മീനിൻ്റെ രുചിയെ തന്നെ ഒത്തിരി മാറ്റി മറിക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ്. അത് ഞാൻ ഇടാൻ നേരത്തെ കാണിച്ചു തരാം. ഒരു 1 അവർ കഴിയട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് മീൻ കറിയാക്കാനുള്ള പരിപാടികൾ ചെയ്യാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഇത് പുറത്ത് വെച്ചു, ഒന്ന് തണുപ്പ് മാറട്ടെന്ന് വെച്ചു. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകാം കേട്ടോ. പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു. പാൻ നേരത്തെ ചൂടാക്കാൻ വെച്ചായിരുന്നു. ഇനി നമുക്ക് ആ ഫിഷൊക്കെ ഓരോന്നായിട്ട് എടുത്തിടാം.
ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇടാമെന്ന് പറഞ്ഞായിരുന്നു. അതിപ്പോൾ ഇടണ്ട, ഫിഷ് മറച്ചിട്ട് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് ഇട്ട് കരിഞ്ഞു പോവും. അതാണ് ഫിഷൊക്കെ ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കിടാം. അധികം നമുക്ക് മീൻ മറച്ചിടാതെ ആയിട്ടുണ്ട്. പൊടിയാതെ ഇടണേ. ഇതൊക്കെ നല്ല റിസ്ക്. ഓ മൈ ഗോഡ്. ചില സമയത്ത് ഒട്ടും അങ്ങോട്ട് വശം വരാത്തൊരു സംഭവമാണ് ഈ മീൻ മറച്ചിട്ടണത്. മറയണില്ല. ലൈറ്റായിട്ട് പൊടിഞ്ഞു പോയി. നോ വറീസ്. ചെറിയ മീൻ ഒന്നല്ലെങ്കിൽ ചെറിയ മീനായിരിക്കണം, വേഗം മറച്ചിടാം. ഇല്ലെങ്കിൽ നല്ല വലിയ മീനായിരിക്കണം, അതിനും പ്രശ്നമില്ല. ഇതൊരുമാതിരി ഇടത്തരം മീനായതുകൊണ്ട് ശരി പൊടിഞ്ഞിത് അതുകൊണ്ട് തന്നെയല്ല, വേഗം പൊടിഞ്ഞു വന്ന സൈസ് മീനാണിത്. എൻ്റെ പേരെന്തോ പുള്ളി പറഞ്ഞായിരുന്നു, മീൻകാരനെ, ഞാൻ മറന്നുപോയി. വേഗം പൊടിഞ്ഞു പോകും. എൻ്റെ സൈഡിലുള്ള കംപ്ലീറ്റ് മീൻ മറച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന മറ്റേ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം.